ഹലോ, നല്ല നമസ്കാരം. പെപ്പി പോപ്കോൺ ടേക്ക് ഓക്കെ സീൻ 1 മൂവി നമ്പർ 3 ഇട കള്ള. അമേരിക്കക്കാരൻ്റെ വീട്ടിൽ നുഴഞ്ഞു കയറുന്ന കള്ളന്മാർക്ക് സംഭവിക്കുന്ന ട്രാജഡിയാണ് ഇട കള്ള. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹാസ്യവൽക്കരണത്തിൻ്റെ അപാരത. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് ചിരി വന്നത്. ഈ സിനിമ കണ്ടിട്ടല്ല, അല്ലെങ്കിൽ സിനിമയുടെ സീനുകൾ ഓർത്തിട്ടല്ല, മറ്റൊരു സിനിമയുടെ സീൻ ഓർത്തിട്ടാണ് എനിക്ക് ചിരി വന്നത്. ബോയിങ് എന്ന സിനിമയിൽ ജഗതിയും ശങ്കരാടിയും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. ശങ്കരയുടെ മുമ്പിൽ വന്നിട്ട് ജഗതി ഒരു കഥ പറയുന്നുണ്ട്. 1 ബോംബ്, 2 ബോംബ്, ബോംബ് ബോംബ് ബോംബ്. അതുപോലെ ഒരുപാട് ട്വിസ്റ്റുകളാണ്. കഥാപാത്രങ്ങളുടെ എൻട്രി പോലും ട്വിസ്റ്റാണ്. വെറൈറ്റി വേണം പോലും, വെറൈറ്റി. ബെന്നി കയറി വരുന്നു, വീട്ടിൽ ഇതാ നിൽക്കുന്നു വാസു, ചുവന്ന ലൈറ്റ്. ഫസ്റ്റ് ട്വിസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ബെന്നിയും വാസുവും കൂടി ടി വിയുടെ സൗണ്ട് കേട്ട് ഹാളിലേക്ക് ചെല്ലുമ്പോൾ അടുത്ത ട്വിസ്റ്റ്, ശത്രുചേട്ടൻ, മഞ്ഞ ലൈറ്റ്. എടാ വാസു, ഇവൻ്റെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. പെട്ടെന്ന് ഗൗരവക്കാരനായ ശത്രുചേട്ടൻ ടോൺ മാറ്റുന്നു. കോമഡി പീസുകളാണ് സുഹൃത്തുക്കളെ, കോമഡി പീസ്. അയ്യോ. അത് കഴിഞ്ഞിട്ട് ഈ വാസുവും ബെന്നിയും ശത്രുവും ഒക്കെ നിൽക്കുന്ന സമയത്ത് മറ്റൊരു അവതാരം ദാ വരുന്നു. ട്വിസ്റ്റാണ്. ഷെഫ് ലേഡി, ചുവന്ന ലൈറ്റ്. മൊത്തത്തിൽ കഥാപാത്രങ്ങളുടെ എൻട്രി ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഷെഫ് മറിയച്ചേട്ടത്തിയോ അഥവാ പൊന്നമ്മ ചേച്ചിയോ അങ്ങനെ ആരും ആണ്. കണ്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ആ കഥാപാത്രത്തെ കണ്ടപ്പോൾ എനിക്ക് ഈ സതീഷ് വാര്യരുടെ സ്റ്റോറികളിൽ കാണുന്ന ഒരു വയ്യാത്ത പ്രേതം എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ല. ആ ഒരു സ്ത്രീക്ക് ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കൊട്ടിയ അപ്പോൾ താഴെ വീഴുന്നു. പക്ഷേ ആ സ്ത്രീ പ്രതികാരം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു സ്ത്രീ. അതുപോലെ ഒരു കഥാപാത്രമാണ് ഇവിടുത്തെ നമ്മുടെ ഷെഫ്. പിന്നെ വാസു എന്ന കഥാപാത്രം ചെയ്ത വ്യക്തി ഒരു മിസ്കാസ്റ്റിംഗ് ആയിരുന്നു. സീരിയസ്ലി അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈ സിനിമയുടെ ഡയറക്ടറാണ്, അദ്ദേഹമാണെന്ന് തോന്നുന്നു. ഒരു നിർവികാരത. മൊത്തത്തിൽ ക്യാമറയ്ക്ക് മുമ്പിൽ നോക്കി നിൽക്കുകയാണ് പുള്ളിക്കാരൻ. ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് എന്തൊക്കെ ചെയ്യാനുണ്ടോ അത് അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് നിന്നിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കാമുകിയുടെ ഫോൺ വരുന്നുണ്ട്, മെസ്സേജ് വരുന്നുണ്ട്. അപ്പോഴും ഒരു നിർവികാരതയാണ് മൊത്തത്തിൽ. എല്ലാവർക്കും ബേസിൽ ജോസഫോ അല്ലെങ്കിൽ ശ്രീനിവാസനോ ആകാനൊന്നും കഴിയില്ലല്ലോ. പക്ഷേ ക്യാമറയ്ക്ക് പിന്നിൽ നിന്നും ഒരു പക്ഷേ ഐ വി ശശിയോ അതല്ലെങ്കിൽ ഷാജി കൈലാസോ അന്തിക്കാടോ സത്യൻ അന്തിക്കാടോ ഒക്കെ ആകാൻ കഴിയും. ഐഡിയ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇതുപോലുള്ള പ്രഹസനങ്ങൾ കാണിക്കാതിരിക്കുക. ക്യാമറയ്ക്ക് പിന്നിൽ നിന്നും നല്ല ഒരു ഡയറക്ടറാകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ഓക്കെ. പിന്നെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ ഏഷ്യൻറ്റിൽ വരുന്ന കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ആ കോമഡി സ്റ്റാർസിൽ വരുന്ന സ്കിറ്റുകൾ, ആ സ്കിറ്റുകളിലൊക്കെ വരുന്ന കോമഡിയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ. എന്നാൽ ചുരണ്ടി എന്നാൽ നല്ലത് നോക്കിയൊക്കെ ചുരണ്ടി കൂടെ ആയിരുന്നു. പിന്നെ ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് ആണ് പറയാൻ പോകുന്നത്. ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രൻ, ഒരു 45 സെക്കൻഡ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ. ഇതേപോലെ ചന്ദ്രനെ കാണിക്കുന്ന 2 സീന്. അതോടൊപ്പം തന്നെ ടി വിയിൽ വാർത്ത നടക്കുന്നു. വാർത്ത വോയിസ് ഓവർ, ബാക്കി ക്യാമറ ഇങ്ങനെ ഒരു കറുത്ത സോഫയ്ക്ക് പിന്നാലെ ഇങ്ങനെ ചുറ്റി കളിക്കുകയാണ്. വെറുപ്പിക്കലിൻ്റെ ഹൈ. ആവശ്യമുള്ള സീനുകളൊക്കെ എഴുതി ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ അടുക്കളയിൽ ഫുള്ള് ചുവപ്പ് ലൈറ്റ്, ഹാളിലാണല്ലോ പച്ച ലൈറ്റ്, ബെഡ്റൂമിൽ നീല ലൈറ്റ്, അങ്ങനെ കളർ ലൈറ്റുകളുടെ ഒരു ഘോഷയാത്ര. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുഴുവനും കാർട്ടൂൺ മ്യൂസിക്കാണ്. ആ മ്യൂസിക് ഉപയോഗിച്ചിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അത് നല്ല ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനിടയിൽ കപ്പലിൻ്റെ സൈറൻ കേൾക്കുന്നുണ്ട്. എന്താണ് കവി ഉദ്ദേശിച്ചതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഇതിൻ്റെ മേക്കപ്പ് നല്ലതായിരുന്നു. വാസുവിൻ്റെയും ഷെഫ് ലേഡിയുടെയും മേക്കപ്പ് നല്ലതായിരുന്നു. പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് കൊള്ളാമായിരുന്നു. അതോടൊപ്പം തന്നെ ടൈറ്റിൽ കാർഡിൻ്റെ ഗ്രാഫിക്സും നല്ലതായിരുന്നു. പിന്നെ ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ വാസു വളരെ ബോറിംഗ് ആയിരുന്നു. ആക്ടിങ് അറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഷെഫ് ലേഡി ഓവർ ആക്ടിങ് ആയിരുന്നു.
പിന്നെ ബാക്കി 2 കഥാപാത്രങ്ങളും അത്യാവശ്യം വേണ്ട രീതിയിൽ അവർ കോമഡി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും ഞാൻ പറയുന്നില്ല. കോമഡി അത്യാവശ്യം അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് സൂപ്പർ എന്നല്ല അതിനർത്ഥം. പക്ഷേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മറ്റ് മൂവികളെ വെച്ച് നോക്കുമ്പോൾ നല്ലതായിരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഓവറോൾ ഒരു കോമഡി ഡിസാസ്റ്റർ ഫീലിംഗ് ആണ് എടാ കള്ള എനിക്ക് നൽകിയത്. നമ്മൾ എത്രയോ ദുരന്തങ്ങൾ സഹിക്കുന്നു. അപ്പോൾ ഈ എടാ കള്ളയും കൂടെ ഒന്ന് സഹിക്കുക. ദുരന്തങ്ങളല്ലേ, സഹിക്കുക, അത്രയേ ഉള്ളൂ. താങ്ക് യു.